ആശാപ്രവർത്തകരുമായി സർക്കാർ വീണ്ടും ചർച്ച നടത്തുന്നു. NHM സംസ്ഥാന മിഷൻ ഡയറക്ടർ വിനയ് ഗോയലാണ് സമരം തുടരുന്ന ആശാപ്രവർത്തകരുമായി ചർച്ച നടത്തുന്നത്. ചർച്ച സ്വാഗതാർഹമെന്ന് സമരക്കാർ പറഞ്ഞു. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ യോഗത്തിൽ അറിയിക്കുമെന്ന് മിനി പറഞ്ഞു. ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചാലേ സമരം പിൻവലിക്കൂ എന്നും സമരക്കാർ പറഞ്ഞു. ഒരു പ്രാഥമികമായ ചർച്ചയാണ്. നമുക്കറിയില്ല അവരെന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. എന്തായാലും നമ്മളുടെ ഈ മെയിൻ ഡിമാൻഡ്സ് ആണ് ചർച്ചയിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം ഇപ്പം വന്നിരിക്കുന്ന ഒരു പുതിയ കോംപ്ലിക്കേഷൻ കൂടെ ഉണ്ടല്ലോ. ഇപ്പം മാനദണ്ഡങ്ങൾ എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞ് അത് വീണ്ടും വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് വളരെ അപകടകരമായ രീതിയിൽ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ അവസരം കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സർക്കാർ പോസിറ്റീവായിട്ട് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പ്രതികരിക്കാൻ പറ്റും. പക്ഷേ അവ്യക്തമായ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊണ്ട് നമ്മളുടെ സമരം ഒരടി പോലും പുറകോട്ട് പോകില്ല. കൃത്യമായ സുവ്യക്തമായ ഉത്തരം കിട്ടിയാലേ നമ്മൾക്ക് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും. വിവരങ്ങളുമായി അമൽ തേനപ്പറമ്പിൽ ചേരുന്നു. അമൽ, ഈ ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആശാവർക്കർമാരുമായുള്ള ചർച്ച 12:30 ആരംഭിച്ചതാണ്. ഏകദേശം അരമണിക്കൂറും പിന്നിട്ട് ചർച്ച മുന്നോട്ട് പോകുന്നു. എന്ത് തീരുമാനം ഈ ചർച്ചയിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് മേൽനോട്ടം വഹിക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇടപെട്ടൊരു ചർച്ച ഉണ്ടാകണം എന്നുള്ളതായിരുന്നു ആശാവർക്കർമാർ പറഞ്ഞിരുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വിഷയത്തിൽ ഒരു പ്രശ്നപരിഹാരത്തിനുള്ള ചർച്ച വേണം എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. അനുഭാവപൂർണ്ണമായ നിലപാടുണ്ടാകും എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി അറിയിച്ചത്. പിന്നാലെയായിരുന്നു ഈ ചർച്ച. NHM ഡയറക്ടർ വിനയ് ഗോയലുമായാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. പക്ഷേ ഈ ആശാവർക്കർമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ഈ NHM ഡയറക്ടർക്ക് മാത്രമായി എന്തെങ്കിലും തീരുമാനമെടുക്കാൻ കഴിയുമോ, ഈ പ്രശ്നപരിഹാരത്തിനുള്ള ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിദിന ഓണറേറിയം എന്ന് പറയുന്നത് 232 നിന്നും 700 ആക്കണം. അതോടൊപ്പം തന്നെ പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ നൽകണം, പെൻഷൻ പ്രഖ്യാപിക്കണം തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട സർക്കാർ തലത്തിൽ കൈക്കൊള്ളേണ്ട ചില തീരുമാനങ്ങളാണ്. ആ തീരുമാനത്തിൽ NHM ഡയറക്ടർക്ക് എന്ത് പറയാൻ കഴിയും എന്നറിയില്ല. എന്തായാലും ഡയറക്ടർക്ക് പറയാനുള്ളത് കേൾക്കാം, ചർച്ചയിൽ പങ്കെടുക്കാം എന്നുള്ളതാണ് ആശാവർക്കർമാരുടെ നിലപാട്. ഇപ്പോൾ ചർച്ച അകത്ത് പുരോഗമിക്കുകയാണ്. ഇതിനുശേഷം നാളെ മുതൽ ആശാവർക്കർമാരുമായുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. ഏകദേശം 12:30 തുടങ്ങിയതാണ്. അരമണിക്കൂറോളം പിന്നിട്ടിരിക്കുന്നു. ചർച്ച ഇപ്പോഴും തുടരുന്നു. എന്ത് തീരുമാനമാണ് ചർച്ചയിൽ ഉണ്ടാവുന്നത് എന്നാണ് ഇനി അറിയേണ്ടത്.